Welcome, sir. Thank you. So, straight away into the topic, getting ready for careers in an AI era. നമ്മൾ പുതിയൊരു കാലഘട്ടത്തിൽ പുതിയൊരു ലോകത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മനുഷ്യനിർമ്മിത കൃത്രിമ ബുദ്ധിയുടെ ഒരു കാലഘട്ടത്തിലാണ്. ഇന്നത്തെ കാലത്ത് നേരത്തെ സാർ ഒരുപാട് കരിയർ ഓപ്ഷൻസ് പറഞ്ഞു, അതിനൊക്കെ എന്തത്തോളം സാധ്യതകളുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ പുതിയ വേറെ എന്തെങ്കിലും കരിയേഴ്സിലോട്ടാണോ പോവേണ്ടത്, ഇനി പോകുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ പേര് മുഹമ്മദ് അജ്മൽ. IIT മദ്രാസിൽ നിന്ന് ബിടെക്കും എംടെക്കും കംപ്ലീറ്റ് ചെയ്തു. ഇന്റലിൽ ഒരു 9 years വർക്ക് ചെയ്തു. ഇപ്പോൾ X&Y ലേണിംഗിന്റെ CEO ആണ്. അൺലേൺ വിത്ത് അജ്മൽ എന്നുള്ള പേരിൽ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം US നിന്ന് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. യെസ്, ലെറ്റ്സ് പ്ലേ ദാറ്റ് വീഡിയോ. I'm taking a self-driving car for the first time heading to the airport. അദ്ദേഹം ഒരു എയർപോർട്ടിൽ പോവാണ്. എന്താ ഈ കാറിന്റെ പ്രത്യേകത? കാറിന്റെ പ്രത്യേകത എന്താ? ഡ്രൈവർ ഇല്ല അല്ലേ? ഇതിപ്പോ ഇതൊരു മായാവി കഥയിലോ അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനപ്പുറം നടക്കാനുള്ള കാര്യമൊന്നുമല്ല. കഴിഞ്ഞ മാസം US എൻ്റെ ഒരു ഫ്രണ്ട് പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. നോക്കൂ, സിഗ്നൽ കാണുമ്പോൾ കാറ് നിൽക്കുന്നു, ടേൺ ചെയ്യേണ്ടടുത്ത് ഓട്ടോമാറ്റിക്കലി സ്റ്റയറിംഗ് എന്ത് ചെയ്യുന്നു, ടേൺ ചെയ്യുന്നു. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലേ? ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ സ്ലൈഡ്സ്. ഓക്കെ, ഞാനെനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രൈവർലെസ് കാറുകൾ വരുമ്പോൾ, ഇതിപ്പോ US വന്നു, യൂറോപ്പിൽ വന്നു, ഇനി പ്രോബബ്ലി വിത്തിൻ എ ഫ്യൂ ഇയേഴ്സ് നമ്മുടെ നാട്ടിലും വരും. വരാതിരിക്കാൻ പിടിച്ചു വെക്കാനൊന്നും പറ്റില്ലല്ലോ. ഡ്രൈവർലെസ് കാറുകൾ വരുമ്പോൾ ആർക്കൊക്കെ ജോലി നഷ്ടമാവും? ആർക്ക് നഷ്ടമാവും? ഡ്രൈവേഴ്സിന് നഷ്ടമാവും. ഓക്കെ, സമ്മതിച്ചു. വാട്ട്സ് നെക്സ്റ്റ്? വേറെ ആർക്കാണ് നഷ്ടമാവുക? ഓഫ് കോഴ്സ് ഡ്രൈവേഴ്സ്. വേറെ ആർക്കാണ് നഷ്ടമാവുക? ആർക്കെങ്കിലും പറയാൻ ആഗ്രഹം ഉണ്ടോ? ഉണ്ടെങ്കിലും മൈക്ക് തരും. വേറെ ആർക്കാണ് നഷ്ടപ്പെട്ട ജോലികൾ? മെക്കാനിക്സ്, ഡ്രൈവിംഗ് സ്കൂൾസ്. അവിടെ ഒരു മൈക്ക് കൊടുക്കാൻ പറ്റുമോ? ഇതവിടെ അവിടെ ഒന്ന് അതാ അവിടെ. യെസ്, വേറെ ആർക്കാണ് നഷ്ടപ്പെടുക? അവിടെ പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ കേൾക്കും. ട്രാഫിക്കുമായി ബന്ധപ്പെട്ട ജോലികൾ നഷ്ടപ്പെടും. വെരി ഗുഡ്, റൈറ്റ്. ഞാനൊരു സ്റ്റാറ്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പൊ നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് മാറും. ഓക്കെ, 95% ഓഫ് ദ ആക്സിഡൻസ് ആർ കോസ്ഡ് ബൈ ഹ്യൂമൻ എറേഴ്സ്. ശരിയല്ലേ? എല്ലാ ആക്സിഡൻസും നടക്കാൻ കാരണം എന്താ? ഒരു ഡ്രൈവർ ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഹ്യൂമൻ എറർ ആണ്. ഇനി നിങ്ങൾ പറയും ആർക്കൊക്കെ ജോലി നഷ്ടപ്പെടും? ആർക്കാണ്? ഡോക്ടേഴ്സ് ഓർ ട്രോമ കെയർ അറ്റ് ഹോസ്പിറ്റൽ അല്ലേ? ആക്സിഡൻസ് ഇല്ലാതാവും. 95% ഓഫ് ദ ആക്സിഡൻസ് എലിമിനേറ്റ് ചെയ്യപ്പെടും. അപ്പൊ എന്ത് ചെയ്യും? ട്രോമ കെയർ, അതുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ സ്റ്റാഫ്, ദേ വിൽ ബി ഇമ്പാക്റ്റഡ്. ഓക്കെ, വാട്ട് ഇസ് നെക്സ്റ്റ്? കുറച്ചും കൂടി നമ്മുടെ ഒരു ചിന്ത വിശാലാക്കാനായിട്ട് ചോദിക്കുന്നത്. വാട്ട്സ് നെക്സ്റ്റ്? ആക്സിഡൻസ് കുറഞ്ഞാൽ വേറെ ആരെ ബാധിക്കുക? ഇൻഷുറൻസ്. വെരി ഗുഡ്. ഇൻഷുറൻസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? റിസ്കിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ? അൾട്ടിമേറ്റ്ലി റിസ്കുകൾ കുറയും. റിസ്കുകൾ കുറയുമ്പോൾ വണ്ടിയുടെ ഇൻഷുറൻസിനുള്ള ഇപ്പൊ നമ്മൾ ഭീമമായ തുക അടക്കുന്നത് എന്ത് ചെയ്യും? അത് കുറയും. ഇൻഷുറൻസ് പ്രീമിയം, ലെസ് ഇൻഷുറൻസ് പ്രീമിയം ആൻഡ് ചേഞ്ച് ഇൻ റിസ്ക് അസസ്മെന്റ് മോഡൽസ്. വേറെ മെഡിസിൻ ഇപ്പൊ പറഞ്ഞു നമ്മള് ദർ വിൽ ബി എന്താ പറയാ, ഇംപ്രൂവ്ഡ് മൊബിലിറ്റി ഫോർ എൽഡർലി. ഒരു ഡ്രൈവർ ആവശ്യമില്ല. ഒരു സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഡിപ്പെൻഡന്റ് ആവശ്യമില്ല. ഒരു പോസിറ്റീവായിട്ട് നമുക്കിത് പറയാം. ആളുകളുടെ റിയൽ എസ്റ്റേറ്റിൽ ചേഞ്ച് ഉണ്ടാവും. കാരണം ദൂരെ ആളുകൾക്ക് വേണമെങ്കിൽ ഇപ്പൊ വീടുകൾ എടുക്കാം. കാരണം ഡ്രൈവിംഗ് എന്നുള്ളത് എന്തല്ല, ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിൻഡറൻസ് അല്ല. സോ ലോങ്ങർ കമ്മ്യൂട്ട്സ് ആർ പോസിബിൾ. അതായത് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ AI നമ്മുടെ ലൈഫിനെ affect ചെയ്യും. So driverless cars are not just about losing jobs for drivers അല്ല, എന്നാൽ നമ്മുടെ ലൈഫിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വരുന്നൊരു ഇന്നോവേഷൻ, അപ്പോൾ ഊബർ ഷെയറിംഗ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഇമ്പാക്ട് ഉണ്ടാക്കും. സോ AI is not just about automation or using robots, it's about transformation. നമ്മൾ ഇത്രയും കാലം ജീവിച്ചു വന്നത് എങ്ങനെയാണോ ആ ജീവിച്ചു വന്ന രീതിയെ ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിക്ക് സാധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോൾ ചാറ്റ് GPT വഴി, ഡാലി വഴി, സോറ വഴി, ഡീപ് സീക്ക് വഴി നമ്മളിതൊക്കെ കാണുന്നുണ്ട് അല്ലേ? സോ ദർ വിൽ ബി വൈഡർ ഇംപ്ലിക്കേഷൻസ്. ഒരു ഡ്രൈവർലെസ് കാർ വരുമ്പോൾ ഒരു ഡ്രൈവേഴ്സിനെയോ മെക്കാനിക്സിനോ മാത്രമല്ല, ഈവൻ ഹോസ്പിറ്റൽ സെക്ടേഴ്സിനെ, എഞ്ചിനീയേഴ്സിനെ, അതേപോലെ തന്നെ മറ്റു പല ആളുകളെയും എന്ത് ചെയ്യും? ഇത്തരം കാര്യങ്ങളൊക്കെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നവേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു ട്രഡീഷണൽ കരിയർ ലാൻഡ്സ്കേപ്പിനെ AI എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നത്? റൈറ്റ്, ഫോർ എക്സാമ്പിൾ മെഡിക്കൽ ഫീൽഡ്. എൻ്റെ വൈഫ് ഡോക്ടറാണ്, എൻ്റെ ഉപ്പ ഡോക്ടറാണ്, ഇവിടെ ഉണ്ട്. വൈഫ് റേഡിയോളജിസ്റ്റ് ആണ്. അപ്പോൾ റേഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താ?
സ്കാൻ ഇമേജസ് കാണും അല്ലെ, MRI കാണും, CT USG. ഒരു റേഡിയോളജിസ്റ്റ് എങ്ങനെയാണ് അവരുടെ എക്സ്പേർട്ടീസ് ബിൽഡ് ചെയ്യുന്നത്? ഒരു 3 വർഷം ഒരു ഹോസ്പിറ്റലിൽ കഷ്ടപ്പെട്ട് 10,000-കണക്കിന് കേസുകൾ കണ്ടിട്ടാണ്. എന്നാൽ ഇതേ ഡാറ്റ ഒരു മെഷീൻ ലേണിംഗ് മോഡലിന് ഫീഡ് ചെയ്താൽ പ്രോബ്ലി വിത്തിൻ എ മന്ത് ഇറ്റ് ക്യാൻ ഡയഗ്നോസ് ബെറ്റർ ആയിട്ട് ഒരു റേഡിയോളജിസ്റ്റിനേക്കാളും ബെറ്റർ ആയിട്ട് പ്രോബ്ലി എന്ത് ചെയ്യാൻ പറ്റും? എഐക്ക് കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും, റൈറ്റ്? അപ്പോ ദിസ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് റിസർച്ച് ഫ്രം ഗൂഗിൾ. നിങ്ങൾ ഗൂഗിൾ ഹെൽത്ത് നിങ്ങൾ വെറുതെ ഒന്ന് അടിച്ചു നോക്കുക, ഒരുപാട് ഇൻട്രസ്റ്റിംഗ് റിസർച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ റിസർച്ച് പറയുന്നത് എന്താ പറയുക? നിങ്ങളുടെ കണ്ണിനെ സ്കാൻ ചെയ്തിട്ട് നിങ്ങളുടെ കണ്ണിന്റെ ഇമേജ് എടുത്തിട്ട് അതൊരു ന്യൂറൽ നെറ്റ്വർക്കിലൂടെ, അതായത് AI മെഷീൻ ലേണിംഗ് മോഡലിലൂടെ പ്രോസസ്സ് ചെയ്താൽ നിങ്ങൾക്ക് ഭാവിയിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും, നോൺ ഇൻവേസീവ് ആയിട്ട്. അതായത് നിങ്ങളുടെ മേലെ ഒരു സൂചി അടിക്കാതെ, നിങ്ങളെ എന്താ പറയാ, നിങ്ങളുടെ അടുത്ത് ബ്ലഡ് എടുക്കാതെ വെറും ഒരു റെറ്റിനൽ ഇമേജ് സ്കാൻ വഴി നിങ്ങൾക്ക് അനീമിയ വരാൻ സാധ്യത ഉണ്ടോ, ഹൈ ബ്ലഡ് ഷുഗർ ഉണ്ടോ, നിങ്ങൾക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ റിസ്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇത് പ്രെഡിക്റ്റ് ചെയ്യും. സോ തിങ്ക് അബൌട്ട് ദിസ് വേൾഡ്. അരവിന്ദ് ഐ ഹോസ്പിറ്റലുമായി ചേർന്നിട്ട് ഗൂഗിൾ ഈ റിസർച്ച് ഇന്ത്യയിലാണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദർ ഇസ് വൈഡ് സ്പ്രെഡ്. അപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡ് എടുക്കുകയാണെങ്കിൽ, എഞ്ചിനീയറിംഗ് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഓട്ടോമേഷൻസ് വരും. ഇന്നിപ്പോൾ കോഡ് എഴുതാൻ, പ്രോഗ്രാം എഴുതാൻ മനുഷ്യന്മാർ ആവശ്യമുണ്ടോ? കുറെ കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ട്? ChatGPT ചെയ്യുന്നുണ്ട്, DeepSeek ചെയ്യുന്നുണ്ട്, ക്ലോഡ് യൂസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ക്ലോഡ് അടിപൊളിയായിട്ട് കോഡ് എഴുതുന്നുണ്ട് അല്ലെ? പ്രെഡിക്റ്റീവ് മെയിൻ്റെനൻസ്. ഇപ്പോൾ ഒരു മെഷീന് കേടുവരാൻ പോവുകയാണെന്നുള്ളത് ആദ്യമേ ആര് പറഞ്ഞു തരും? AI പറഞ്ഞു തരും. മെഷീൻ നന്നാക്കാനാണ് ആവശ്യമില്ല, എഞ്ചിനീയേഴ്സിന്റെ ആവശ്യം കുറയും അല്ലെ? ലോയേഴ്സിലോട്ട് പോവുക. ലോയേഴ്സ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഒരുപാട് കേസ് കെട്ടുകൾ അല്ലെ, ഒരുപാട് ഡോക്യുമെന്റേഷൻ. സുപ്രീം കോടതി 1950s-ലും 60s-ലും 70s-ലും ഇന്ന് ഹൈക്കോർട്ടും ഇന്ന് സുപ്രീം കോർട്ടൊക്കെ പറഞ്ഞ ഒരുപാട് വിധികൾ അല്ലെ? ഇതൊക്കെ ആർക്ക് കൊടുത്താൽ മതി? ഇനി ChatGPT-യോട് അനലൈസ് ചെയ്യാൻ പറഞ്ഞാൽ മതി അല്ലെ? സോ വിത്തിൻ സെക്കൻഡ്സ് അത് ചെയ്തു തരും. ടീച്ചേഴ്സ്, AI ട്യൂട്ടേഴ്സ് വരും. പേഴ്സണലൈസേഷൻ എന്നുള്ളത് ലേണിംഗിൽ വരും, റൈറ്റ്? അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളാണ് ഒരുപാട് അധ്യാപകർ ചെയ്യുന്നത്, അത് ഇനി മുതൽ AI ചെയ്യും. അക്കൗണ്ടൻസ്, റൂട്ടീൻ ബുക്ക് കീപ്പിംഗ് ചെയ്യാൻ ഇനി എന്തിന്റെ ആവശ്യം ഉണ്ടാവില്ല? മനുഷ്യന്മാരുടെ ആവശ്യം ഉണ്ടാവില്ല. ഡാറ്റ എൻട്രി ചെയ്യാൻ, ക്ലറിക്കൽ ആയിട്ടുള്ള ജോബ്സ് ചെയ്യാൻ, റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ജോബ്സ് ചെയ്യാൻ മനുഷ്യന്മാരുടെ ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഒരു വളരെ ട്രഡീഷണൽ ആയിട്ട് കാണുന്ന എല്ലാ ഫീൽഡുകളെയും ഈ ഒരു ടെക്നോളജി ഇമ്പാക്ട് ചെയ്യും. വേൾഡിലെ മറ്റൊരു ടെക്നോളജിയും കഴിഞ്ഞ ഒരു 100 വർഷത്തിനുള്ളിൽ ഇമ്പാക്ട് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ ജോബ് ലാൻഡ്സ്കേപ്പിനെ ആക്ച്വലി മെഷീൻ ലേണിംഗും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇമ്പാക്ട് ചെയ്യും എന്നുള്ളത് ഒരു നെക്സ്റ്റ് ജെൻ ആൽഫ ആയിട്ടുള്ള നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മനസ്സിലാക്കേണ്ടതുണ്ട്. സോ സ്വാഭാവിക ഒരു ചോദ്യം ഉണ്ട്, അങ്ങനെയാണ് വാട്ട്സ് എ പോയിന്റ് ഓഫ് ഓൾ ദിസ്? ഈ എജുക്കഫയിൽ വന്നിരിക്കേണ്ട ആവശ്യം എന്താ അല്ലേ? എല്ലാ ജോലികളും പോകുമെന്നുണ്ടെങ്കിൽ MBBS പഠിക്കണോ, BTech പഠിക്കണോ, JEE എഴുതണോ, നീറ്റ് എഴുതണോ? ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്ന ചോദ്യമായിരിക്കും. സോ ഈസ് ഇറ്റ് ദ ജോബ് എൻഡ് ഓഫ് ഓൾ ജോബ്സ്? നോട്ട് അറ്റ് ഓൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ നമ്മൾ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ 5 കാര്യങ്ങളോട്ട് ഞാൻ വരാം. ടു മേക്ക് യുവർ കരിയേഴ്സ് ഫ്യൂച്ചർ പ്രൂഫ് യു ഷുഡ് തിങ്ക് ഓഫ് 5 തിങ്സ്. 5 കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഡോക്ടേഴ്സിനെ നമ്മൾ എടുക്കാം. ഡോക്ടേഴ്സ് എന്നുള്ളത് ബേസിക്കലി ഒരു MBBS ഡിഗ്രി, അതിലൊരു ടെക്നിക്കൽ നോളജ്, നേരത്തെ പറഞ്ഞ റേഡിയോളജിസ്റ്റ് എന്നുള്ള അതിലെ ടെക്നിക്കൽ നോളജ് മാത്രം കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണോ? അല്ല. അവർക്ക് ഉണ്ടാവേണ്ട കുറെ പേഴ്സണൽ സ്കിൽസ് ഉണ്ട് അല്ലെ? ഫോർ എക്സാമ്പിൾ എംപതി. ഒരു നല്ല ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ ഷൂസിൽ അല്ലെ, എംപതി എന്ന് പറഞ്ഞാൽ അതാ പറയാം, അവരുടെ ഷൂസിൽ നമ്മെ ഇട്ടിട്ട് നമുക്ക് സാഹചര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കണം അല്ലെ? അതേപോലെ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ ഒരു ഡോക്ടർക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു വളരെ പെക്യുലർ ആയിട്ടുള്ള കോംപ്ലക്സ് കേസ് വന്നാൽ അതിനനുസരിച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ് എടുക്കാൻ ഒരു മനുഷ്യനായിട്ടുള്ള ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളാണ് സാധിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മളൊരു എഞ്ചിനീയേഴ്സിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓട്ടോമേഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പോലും there are lot of problems to solve. നല്ല പ്രോബ്ലം സോൾവിംഗ് ഉള്ള, നല്ല ക്രിയേറ്റീവ് തിങ്കിങ് ആയിട്ടുള്ള, ഈ മെഷീൻ ലേണിംഗിലൂടെ അക്വയർ ചെയ്യുന്ന ഡാറ്റയെ വിദഗ്ധമായി അനലൈസ് ചെയ്യാൻ സാധിക്കുന്ന എഞ്ചിനീയേഴ്സിനെ നമ്മുടെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആവശ്യമാണ്. ലോയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസുകളിലൂടെ പോവുക എന്നുള്ളത് ഒഴിവാകുന്നത് അവർക്കൊരു റിലീഫാണ്. അവർക്ക് ഇനി എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം? നെഗോഷിയേഷൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, സ്ട്രാറ്റജീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ പുതിയൊരു ഫീൽഡ് വരികയാണ്, AI എത്തിസിസ്റ്റ്. എത്തിക്സ് എന്നുള്ളത്, AI വരുമ്പോൾ എത്തിക്സ് എന്നുള്ളത് അത് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ്. ഒരു രസകരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞങ്ങളോട് ചോദിക്കട്ടെ. അതായത് ഒരു കാർ പോകാൻ, ഒരു ഓട്ടോണമസ് ഡ്രൈവിംഗ് കാർ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓട്ടോണമസ് ഡ്രൈവിംഗ് കാർ, ആ കാറിന് ഒരു എറർ വരുന്ന സമയത്ത് എങ്ങനെ പ്രോഗ്രാം ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. സംഭവം എന്താണ്? ബ്രേക്കൊക്കെ പോയി, ഒരു എക്സ്ട്രീം കണ്ടീഷൻ. നിങ്ങൾ വാങ്ങിയ കാറിൽ ഇരുന്ന് പോവാണ്. കാർ ഒന്നെങ്കിൽ മുമ്പിൽ കുറച്ച് ആളുകളുണ്ട്, അവരെ പോയി ഇടിക്കും, കാർ നിൽക്കും, അവർ മരിക്കും.
അല്ലാന്നുണ്ടെങ്കിൽ കാറിന് ഡീവിയേറ്റ് ചെയ്യാം, കാറിന് ഡീവിയേറ്റ് ചെയ്ത് അപ്പുറത്ത് ബാരിയറിൽ പോയി ഇടിക്കാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മരിച്ചു എന്ന് വരും. എങ്ങനെ ആയിരിക്കണം ആ കാറിനെ പ്രോഗ്രാം ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ ഓർ സെക്കൻഡ് വൺ? ഫസ്റ്റ് വൺ ആണെന്ന് കരുതുന്ന എത്ര ആൾക്കാരുണ്ട്? ഫസ്റ്റ് വൺ ആണെന്ന് കരുതുന്ന എത്ര ആൾക്കാരുണ്ട്? ആരുമില്ല, ബാക്കിയുള്ളവർ ഇടിക്കാൻ പാടില്ല. സെക്കൻഡ് വൺ ആണെന്ന് കരുതുന്ന എത്ര ആൾക്കാരുണ്ട്? കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ നിങ്ങള് കാശ് കൊടുത്ത് വാങ്ങിയ കാറിൽ നിങ്ങൾക്ക് മരിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നാണോ? ആണോ? ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോബ്ലംസ് ആൻസർ ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ടെക്നോളജി. നമ്മൾ തിങ്ക് ചെയ്യുന്ന, നമ്മൾ ബിഹേവ് ചെയ്യുന്ന, നമ്മൾ മോറൽസിനെ കാണുന്ന, നമ്മൾ എത്തിക്സിനെ കാണുന്ന വേയിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഫണ്ടമെന്റലി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവിടെയാണ് AI എത്തിസിസ്റ്റ് പോലെയുള്ള ജോബ്സ് പോസിബിലിറ്റീസ് ഒക്കെ വരുന്നത്. അക്കൗണ്ടൻസിന് ഒരു സൈഡിൽ ഒരു റുട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അതിനുള്ള ചാൻസസ് കുറയുമ്പോൾ അപ്പുറത്ത് ക്ലയൻസിന് ഒരു ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച് കൗൺസിൽ ചെയ്യുക, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രോഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി AI ടൂൾസ് റൺ ചെയ്യുക, അതേപോലെ തന്നെ കോംപ്ലക്സ് ഫൈനാൻഷ്യൽ സിനാരിയോസ് ഇന്റർപ്രറ്റ് ചെയ്യുക, ഇത്തരത്തിൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള, ഹൈലി വാല്യൂഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമുണ്ട്. ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ ഇന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടും അല്ലെ? ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിന്റെ ക്ലാസ് യൂട്യൂബിൽ കിട്ടും. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ സ്റ്റാൻഫോർഡിലോ അല്ലെങ്കിൽ ഹാർവാർഡിലെ പ്രൊഫസേഴ്സിന്റെ ക്ലാസ്സസ് കിട്ടും. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ക്ലാസ്സസ്. ഒരു ടീച്ചറുടെ റോള് മെന്റർ എന്ന നിലയിൽ ട്രാൻസ്ഫോം ചെയ്യപ്പെടാൻ പോവാണ്. അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന നല്ല കരിയർ മെന്റേഴ്സ് ആവുന്ന ടീച്ചേഴ്സിനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. സോ ഇന്നത്തെ കാലത്ത് ഒരു AI എഞ്ചിനീയേഴ്സിന് മാത്രമല്ല ജോലികൾ ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കും, സാർ BTech ഇൻ AI എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും, ഇഫ് യു ആർ വെൽ വേഴ്സ്ഡ് ഇൻ മാത്തമാറ്റിക്സ്, നന്നായി മാത്സ് അറിയാന്നുണ്ടെങ്കിൽ, കാരണം AI പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലസ് അറിയണം, ലീനിയർ ആൾജിബ്ര അറിയണം, പ്രോബബിലിറ്റി അറിയണം, സ്റ്റാറ്റിസ്റ്റിക്സ് അറിയണം. ഇതൊന്നും അറിയാതെ AI പഠിക്കാൻ ആരും പോണ്ട. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് പഠിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക്കലി ഫണ്ടമെന്റലി നിങ്ങൾ മാത്തമാറ്റിക്കലി സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ഒരു കോഴ്സിന് പോവാം. അല്ലെങ്കിൽ ഇത്ര ഒരു കോഴ്സിന് മാത്രമേ സ്കോപ്പ് ഉള്ളൂ എന്നാണോ? അങ്ങനെയൊന്നുമല്ല. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നെക്സ്റ്റ് സ്ലൈഡ്സ് ഒന്ന് മൂവ് ചെയ്യോ? യെസ്, ഞാൻ പറഞ്ഞതാണ് 5 ടിപ്സ് ടു ബി ബെസ്റ്റ് ഇൻ AI വേൾഡ്. 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ. 5 കാര്യങ്ങൾ. ഒരു AI ഡ്രിവൺ വേൾഡിൽ നമ്മൾ ബെസ്റ്റ് ആവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഗൂഗിളിന്റെ വെബ്സൈറ്റിൽ നിന്ന്, ഗൂഗിളിന്റെ കരിയർ പോർട്ടലിൽ നിന്ന് ഞാൻ ഇന്ന് എടുത്ത സ്ക്രീൻഷോട്ടാണ്. ഇതിൽ എന്ത് ജോലിയുള്ള ആളുകളെ വേണ്ടത്? നിങ്ങൾ നോക്കൂ. സ്റ്റുഡന്റ് റിസർച്ചർ വേണം. ഓക്കെ, മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ്? ബാച്ചിലർ ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്. അവിടെ നിർത്തിയോ? ഇല്ല. നെക്സ്റ്റ് നിങ്ങൾ നോക്കൂ, ലിംഗ്വിസ്റ്റിക്സ്. വെറുതെ ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്തിനായിരിക്കും ഗൂഗിളിന് ലിംഗ്വിസ്റ്റിക്സ് പഠിച്ച ഒരാളെ വേണ്ടി വരിക? ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭാഷയല്ല, ഭാഷാശാസ്ത്രത്തെയാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് എന്ന് വിളിക്കുക. ഓക്കെ, എന്തിനായിരിക്കും ഗൂഗിളിന് ലിംഗ്വിസ്റ്റിക്സ് പഠിച്ച ഒരാളെ ആവശ്യം വരാവുക? ഗൂഗിൾ ഒരു സോഫ്റ്റ്വെയർ കമ്പനി അല്ലേ? ഒരു കമ്പ്യൂട്ടർ സയൻസ് കമ്പനി അല്ലേ? എന്തിനാ? എനിവൺ വാണ്ട്സ് ടു ആൻസർ? എന്തിനായിരിക്കും ഗൂഗിളിന് ലിംഗ്വിസ്റ്റിക്സ് പഠിച്ച ഒരാളെ വേണ്ടി വരിക? ഗൂഗിൾ പോലത്തെ ഒരു കമ്പനിക്ക് ഇന്നത്തെ കാലത്ത് ലാംഗ്വേജ് ഒക്കെ പഠിച്ചിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ബെറ്റർ. ഗിവ് ഹർ എ ബിഗ് ഹാൻഡ്. ഇത്ര ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു. പക്ഷെ അതിന് ലാംഗ്വേജ് പഠിച്ച ആളെ പോരെ മോളെ? ലിംഗ്വിസ്റ്റിക്സ് പഠിച്ച ആളെ വേണോ? എന്ത് പറ്റില്ല? ഗ്ലൈറോ ഓക്കെ അതൊക്കെ ഇപ്പോൾ ആൾക്കാർ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരുമോ? അതൊക്കെ പണ്ടത് എന്താ പറയാ? ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു ആൻസർ ആണ്. വാട്ട് എൽസ്? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? പക്ഷെ അതൊരു എക്സ്ട്രീം യൂസ് കേസ് ആണ്. വേറെന്താണ്? അതായത് ഇപ്പൊ നമ്മൾ ഹലോ ഗൂഗിൾ അല്ലെങ്കിൽ ഹായ് അലക്സ എന്ന് പറയുമ്പോൾ തിരിച്ച് റിപ്ലൈ വരുന്നുണ്ടല്ലോ, ഹായ് സിരി എന്നൊക്കെ പറയുമ്പോൾ. ഞാനൊരു മലപ്പുറത്തുകാരൻ ഹായ് സിരി എന്ന് പറയുന്ന പോലെ ആയിരിക്കും ഒരു ഹിന്ദിക്കാരൻ ഹായ് സിരി എന്ന് പറയാ? അല്ല. അതേപോലെ ആയിരിക്കും ഒരു US കാരൻ അല്ലെ, അല്ലെങ്കിൽ ഒരു UK കാരൻ അദ്ദേഹത്തിന്റെ UK ആക്സെന്റിൽ US ആക്സെന്റിൽ ഹായ് സിരി എന്ന് പറയാ? അല്ല. ഇത് പറയുന്നത് ആർക്ക് മനസ്സിലാവണം? മെഷീൻസിന് മനസ്സിലാവണം അല്ലെ? അപ്പൊ അവിടെയാണ് ഒരു ആക്ച്വൽ നമ്മുടെ ഒരു പ്രൊനൗൺസിയേഷനിൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗിൽ, നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ് ചെയ്യുന്നിടത്ത് മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ആരെ വേണം? ലിംഗ്വിസ്റ്റിക്സ് പഠിച്ച ആളുകളെ വേണം. അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച ആളുകൾ വേണം. ബയോ സ്റ്റാറ്റിസ്റ്റിക്സ്, അപ്ലൈഡ് മാത്തമാറ്റിക്സ്, ഓപ്പറേഷൻ റിസർച്ച് ഒരു മാനേജ്മെന്റ് ടോപ്പിക്കാണ്.
എക്കണോമിക്സ്, നാച്ചുറൽ സയൻസ് റിലേറ്റഡ് ടെക്നിക്കൽ ഫീൽഡ്സ് ഒക്കെ പഠിച്ച ആളുകളെ വേണം. അതിൽ താഴെ തന്നെ പറയുന്നുണ്ട് എന്ത്, നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്, ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇന്ററാക്ഷൻസ് എന്നുള്ളതൊക്കെ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു AI കാലഘട്ടത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ടെക് സ്കിൽ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജോലിയുള്ളൂ. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് പോകണം. വെറും ഒരു ഹിസ്റ്ററിക്കാരന് പകരം AI അറിയുന്ന ഒരു ഹിസ്റ്ററിക്കാരനാവുക, വെറും ഒരു എഞ്ചിനീയർക്ക് പകരം AI അറിയുന്ന ഒരു എഞ്ചിനീയർ ആവുക, വെറും ഒരു ഡോക്ടർക്ക് പകരം AI അറിയുന്ന ഒരു ഡോക്ടർ ആവുക, വെറും ഒരു ലോയർക്ക് പകരം AI കുറിച്ച് അറിയുന്ന ഒരു ഡോക്ടറായിട്ട് നമ്മൾ മാറുക. ഗോ ഇന്റർ ഡിസിപ്ലിനറി. ദിസ് ഇസ് മൈ ഫസ്റ്റ് ടിപ്പ്. ഓക്കെ, 4 more tips to go. 4 കാര്യങ്ങൾ കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. 4 കാര്യങ്ങൾ കൂടി. സ്റ്റഡി ഇൻ ദ ബെസ്റ്റ് പ്ലേസസ്. നല്ല സ്ഥലങ്ങളിൽ ചെന്ന് പഠിക്കുക. ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളിൽ ചെന്ന് പഠിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്നുള്ളതിനേക്കാളും പ്രധാനമാണ് നിങ്ങൾ എവിടെ പഠിക്കുന്നു എന്നുള്ളത്. അതിന് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ഇതിൽ എത്ര ആൾക്കാരെ നിങ്ങൾക്ക് അറിയാം? ആരാണ്? സുന്ദർ പിച്ചൈ അല്ലേ? ഗൂഗിളിന്റെ CEO, IIT കാൺപൂർ ഗ്രാജുവേറ്റ് ആണ്, റൈറ്റ്? പിന്നെ വേറെ ആരാ? അരവിന്ദ് കേജ്രിവാൾ ഡൽഹി ചീഫ് മിനിസ്റ്റർ ആയിരുന്നു, സിവിൽ സർവീസ് ഓഫീസർ ആയിരുന്നു, IIT റൂർക്കി ഗ്രാജുവേറ്റ് ആണ്. പിന്നെ ചേതൻ ഭഗത്, വെരി ഗുഡ്, IIT IIM ഗ്രാജുവേറ്റ്, ഇന്ന് വേൾഡ് അറിയപ്പെടുന്ന എഴുത്തുകാരിലൊന്ന്. ഇതാരാള്? ഈ ലെഫ്റ്റ് സൈഡിലുള്ള ജെൻ ആൽഫക്ക് അറിയില്ലെങ്കിലും പഴയ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. രാജു നാരായണ സ്വാമി, വെരി ഗുഡ്. രാജു നാരായണ സ്വാമി അറിയാം നിങ്ങൾക്ക്? കേരളത്തിൽ നിന്ന് സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്ക് വാങ്ങിയ ആദ്യത്തെ ആൾ. IIT JEE പരീക്ഷയിൽ, നേരത്തെ പറഞ്ഞ IIT JEE പരീക്ഷയിൽ ടോപ്പ് 10 റാങ്കിൽ വന്ന ആൾ, ഇന്ന് കേരളത്തിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജു നാരായണ സ്വാമി IAS. നടുവിലുള്ള ആളറിയോ? ഹിസ് നെയിം ഈസ് ഡോക്ടർ റോമൻ സൈനി. എയിംസ് ഡൽഹിയിൽ നിന്ന് MBBS കഴിഞ്ഞു. അതിനുശേഷം സിവിൽ സർവീസ് പരീക്ഷ എഴുതി 18ാം റാങ്ക് വാങ്ങി. മുസോറിയിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിന് ശേഷം സിവിൽ സർവീസ് രാജിവെച്ചു. എന്നിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി. And that YouTube channel's name is called Unacademy. ഇന്ത്യയിലെ one of the leading edtech സൈറ്റിലെ Unacademy. എന്താണ് ഈ 5 ആളുകൾക്കും കോമൺ ആയിട്ടുള്ള കാര്യം? They studied in best places. അല്ലേ? They studied in best places. അല്ലേ? രാജു നാരായണ സ്വാമി IIT നിന്ന് ബിടെക് എടുത്തോണ്ട് എഞ്ചിനീയർ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. He became a civil service officer. ചേതൻ ഭഗത് IIM എന്ന് MBA എടുത്തോണ്ട് മാനേജ്മെന്റ് കൺസൾട്ട് ആവണമെന്നില്ല. He became a writer. അല്ലേ? റോമൻ സൈനി ഡോക്ടർ ആവണമെന്നില്ല. He became an entrepreneur. റൈറ്റ്? നിങ്ങൾക്ക് നല്ല സ്ഥാപനങ്ങളിൽ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് നല്ല എക്സ്പോഷർ കിട്ടും, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും, റൈറ്റ്? അപ്പോൾ ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ പരമാവധി മുതലാക്കുക. നല്ല സ്ഥലങ്ങളിൽ ചെന്ന് പഠിക്കുക. ഇപ്പോൾ വളരെയധികം ഉയർന്നു വരുന്നൊരു ഡിബേറ്റ് ആണ് സ്കിൽ വേഴ്സസ് കോളേജ്. ഇന്നത്തെ കാലത്ത് കോളേജിലൊക്കെ പോയിട്ട് കാര്യമുണ്ടോ? അല്ലേ? ഏതെങ്കിലും ഒരു സ്കിൽ അക്വയർ ചെയ്താൽ പോരെ എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യം. എത്ര ആളുകൾക്ക് തോന്നുന്നുണ്ട് കോളേജിൽ പോയിട്ട് കാര്യമില്ല? How many of you think there is no point in going to college? കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് വളരെയധികം നിൽക്കുന്ന ഡിബേറ്റ്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നല്ല കോളേജുകളിൽ നിങ്ങൾ പോയി പഠിക്കണം എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഗുഡ് കോളേജ് മീൻസ് യു വിൽ ഗെറ്റ് ബെറ്റർ എക്സ്പോഷർ, അല്ലേ? ന്യൂവർ ട്രെൻഡ്സ്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ടു എക്സ്പെരിമെന്റ്, റൈറ്റ്? പുതിയ AI പോലത്തെ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ ഇത് എവിടെയാണ് വരാൻ പോകുന്നത്? ഫസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോളേജ് IITസിലാണ് വരാൻ പോകുന്നത്. മെഡിക്കൽ രംഗത്ത് പുതിയൊരു ടെക്നോളജി വരികയാണെന്നുണ്ടെങ്കിൽ, പുതിയൊരു ഇന്നോവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എവിടെയാണ് വരാൻ പോകുന്നത്? പ്രോബ്ലി ഡൽഹി എയിംസിലാണ് വരാൻ പോകുന്നത്, അല്ലേ? അല്ലെങ്കിൽ ജിപ്മറിലാണ് വരാൻ പോകുന്നത്, അല്ലേ? ഇന്ത്യയിൽ നല്ലൊരു സയൻസ് ലാബ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോബ്ലി ഇറ്റ് വിൽ കം ഫസ്റ്റ് ഇൻ ഐസർ ഓർ IISc ബാംഗ്ലൂർ. നല്ല സ്ഥലങ്ങളിൽ ചെന്ന് പഠിച്ചാൽ യു വിൽ ഗെറ്റ് ബെറ്റർ എക്സ്പോഷർ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളൊരു 18ാം വയസ്സിൽ തന്നെ നിങ്ങളൊരു കരിയറൊക്കെ തീരുമാനിക്കുന്നുണ്ടാവും. നമ്മളെല്ലാവരും തീരുമാനിച്ചിട്ടുണ്ടാവും. ഞാൻ 18ാം വയസ്സിൽ തീരുമാനിച്ചത് എഞ്ചിനീയർ ആവണം എന്നുള്ളത്. 18ാം വയസ്സിൽ ഞാൻ എഞ്ചിനീയർ ആവണം തീരുമാനിച്ചു. IIT മദ്രാസിൽ പോയി പഠിച്ച് എഞ്ചിനീയർ ആയി. എനിക്ക് നല്ല ജോലിയൊക്കെ കിട്ടി. പിന്നെ എനിക്ക് തോന്നി ഐ ഷുഡ് ബിക്കം എൻ ഓൺട്രപ്രണർ. ചേഞ്ച്. എന്താണ് അതിനുള്ള എനിക്കുള്ള കോൺഫിഡൻസ് എന്നുള്ളത്? ഞാൻ നല്ലൊരു സ്ഥലത്ത് പഠിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അവിടുന്ന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്. അതേപോലെ നമ്മൾ ഇത്തരം എക്സാം എഴുതി, JEE പോലത്തെ ഒരു എക്സാം 15 ലക്ഷം ആളുകൾ എഴുതുന്ന ഒരു പരീക്ഷയിൽ ഒരു ടോപ്പ് 2000 വന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഇത്രയും കാലം കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ കോൺഫിഡൻസുകളിലൊന്ന്, അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നല്ല പരീക്ഷകൾ എഴുതി നല്ല സ്ഥലങ്ങളിൽ നമ്മൾ പോവുക. അവിടെ നല്ല അലുമിനസ് നെറ്റ്വർക്ക് ഉണ്ടാവും. സിവിൽ സർവീസ് പരീക്ഷയിൽ ഏറ്റവും ടോപ്പേഴ്സ് ആയി വരുന്നത് നിങ്ങൾക്കറിയാം. സിവിൽ സർവീസിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താ? എന്തെങ്കിലും ഒരു ഡിഗ്രി നമ്മൾ പറയും. പക്ഷെ ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്തവരാണോ സിവിൽ സർവൻസ് ആയി മാറുന്നത്? അല്ല.
സിവിൽ സർവീസ് പരീക്ഷയിൽ അവിടെ ഹാഷിൻ എൻ്റെ കൂടെ ഉണ്ട്. ഹാഷിന് അടുത്ത് നിങ്ങളോട് സംസാരിക്കുമായിരിക്കും. സിവിൽ സർവീസ് ക്രാക്ക് ചെയ്ത ആളാണ്. NIT കാലിക്കറ്റിലാണ് പഠിച്ചത്. കഴിഞ്ഞ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ ടോപ്പ് 10 റാങ്ക്സിൽ 2 ആളുകളെ IIT പഠിച്ചാണ്, 2 ആളുകൾ NIT പഠിച്ചാണ്, 4 ആളുകൾ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിച്ചാണ്. എന്തുകൊണ്ടാണ് ഡൽഹി യൂണിവേഴ്സിറ്റീസും IITസും NITസും ഇത്രയധികം സിവിൽ സർവൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം അവിടുന്ന് അലുമിനസ് ആയി പോയിട്ടുള്ള ഒരുപാട് സിവിൽ സർവൻസ് ഉണ്ടാവും, അവരുമായിട്ട് കണക്ട് ചെയ്യും. അതേപോലെ തന്നെ അവിടെ എന്താ പറയുക, അവിടെ അങ്ങനത്തെ സ്റ്റഡി ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഡൽഹി പോലത്തെ ഒരു സ്ഥലത്ത് പോയാൽ നിങ്ങൾക്ക് സിവിൽ സർവീസിനായിട്ടുള്ള എക്കോ സിസ്റ്റംസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയി പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതോടൊപ്പം നിങ്ങൾക്ക് കരിയറിൽ ഒരു ഹെഡ് സ്റ്റാർട്ട് കിട്ടും. റൈറ്റ്, നിങ്ങൾക്ക് ഇന്ത്യയിൽ പോലത്തെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ വർക്ക് ചെയ്ത പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേൾഡിലെ ബെസ്റ്റ് സ്റ്റാർട്ടപ്സിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സ്ഥലത്ത് പോയി പഠിക്കുക. അവരവിടെ വന്നിട്ട് എന്തുകൊണ്ടാണ് പ്ലേസ്മെന്റ്സ് എടുക്കാൻ കാരണം? എന്തുകൊണ്ടാണ് IITസിൽ വന്നിട്ട് ഇത്ര നല്ല കമ്പനീസ് ഒക്കെ വന്നിട്ട് പ്ലേസ്മെന്റ് എടുക്കാൻ കാരണം? IITസിലെ ബിടെക് ഭയങ്കര ഗുണനിലവാരം കൂടിയോണ്ട് മാത്രമല്ല, പിന്നെന്താ, ഇന്ത്യയിലെ 15 ലക്ഷം ആൾക്കാർ എഴുതിയ പരീക്ഷയിലെ ടോപ്പ് 15,000 അവിടെ പഠിക്കുന്നത്. എന്താ, കടലിൽ നിന്ന് മീൻ പിടിക്കണ്ട, കുളത്തുനിന്ന് പിടിച്ചാൽ മതി. കടലിൽ നിന്ന് പിടിക്കണ്ട, കുളത്തുനിന്ന് പിടിച്ചാൽ മതി. അപ്പൊ അതാണല്ലോ സുഖം, അല്ലാതെ കടലിൽ പോയി തരാൻ നിൽക്കണ്ട, അല്ലേ? അപ്പോൾ ഇതുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നിങ്ങൾ പോയി പഠിക്കണം എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾ എന്ത് പഠിക്കാൻ വേണ്ടി പോട്ടെ, ഞാൻ പറയുന്നത് നിങ്ങളുടെ കരിയർ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഈ ടോക്കിന്റെ ലക്ഷ്യമല്ല, ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. ബട്ട് വാട്ട് എവർ യു വാണ്ട്, വെദർ ഇറ്റ്സ് മെഡിസിൻ ഓർ എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ്, ലോ. മെഡിസിൻ ആണെന്നുണ്ടെങ്കിൽ എയിംസ് ഉണ്ട്, ജിപ്മർ ഉണ്ട്, AFMC പോലത്തെ സ്ഥാപനങ്ങളുണ്ട്, മൗലാന ആസാദ് മെഡിക്കൽ കോളേജ് ഉണ്ട്. ഇവിടെ നമ്മുടെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ പഠിക്കാൻ, ഗവൺമെന്റ് സീറ്റിൽ പഠിക്കാൻ എത്ര രൂപ നിങ്ങൾ ഫീസ് കൊടുക്കണം? വർഷം എത്ര രൂപ ഫീസ് അറിയാം നിങ്ങൾക്ക്? 8 ലക്ഷം രൂപയാണ് ഗവൺമെന്റ് സീറ്റ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ, പ്രോബ്ലി MESലോ KMCTലോ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫീസ്. 5 വർഷത്തേക്ക് എത്ര രൂപ? 40 ലക്ഷം രൂപ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു വർഷം 30,000 രൂപയാണ് ഫീസ്, 5 വർഷത്തേക്ക് 1.5 ലക്ഷം രൂപ, അല്ലേ? എയിംസിൽ എൻ്റെ സിസ്റ്റർ ജിപ്മർ പഠിച്ച ജിപ്മറിൽ നിങ്ങൾക്ക് പോയി പഠിക്കാൻ ഒരു വർഷത്തെ ഫീസ് 1200 രൂപയാണ്, 5 വർഷത്തേക്ക് 6000 രൂപ. 6000 രൂപക്ക് ഡോക്ടർ ആവാം, 40 ലക്ഷത്തിന് ഡോക്ടർ ആവാം. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ എടുത്തിട്ട് അങ്ങനെ NRI സീറ്റോ മറ്റോ വഴി ഡോക്ടർ ആവാം. എങ്ങനത്തെ ഡോക്ടർ ആവണം അത് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ വിചാരിക്കേണ്ടത് എന്ത്, 40 ലക്ഷം രൂപ കൊടുത്ത് പോകുന്നവരൊക്കെ കുറെ കാശുണ്ടായതുകൊണ്ട് പോകുന്നത്, അങ്ങനെയല്ല. കഴിഞ്ഞ വർഷത്തെ നീറ്റ് എക്സാമിന്, ഈ വർഷം കഴിഞ്ഞ വിവാദമായിട്ടുള്ള നീറ്റ് എക്സാമിന് 670 മാർക്ക്, 720ൽ 670 മാർക്ക് കിട്ടിയ കുട്ടികൾക്കാണ് ഗവൺമെന്റ് മെഡിക്കൽ സീറ്റ് കിട്ടിയിട്ടുള്ളത്, അല്ലെ? 669 മാർക്ക് കിട്ടിയവർ എവിടെ പോയിട്ടുള്ളത്? പ്രോബ്ലി ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ് പോയിട്ടുള്ളത്. അവർ മണ്ടന്മാരായതുകൊണ്ട്, പൊട്ടന്മാരായതുകൊണ്ടല്ല, 1 മാർക്ക് കുറഞ്ഞു പോയി. 1 മാർക്കിന്റെ വിലയാണ് 38 ലക്ഷം രൂപ. 1 മാർക്കിന്റെ വിലയാണ് 38 ലക്ഷം രൂപ. ഇത് നമുക്ക് എപ്പോൾ മനസ്സിലാവില്ല? നമ്മള് 90 കിട്ടിയവനും 91 കിട്ടിയവനും 95 കിട്ടിയവനും 100 കിട്ടിയവനും A+ കൊടുക്കുന്ന സിസ്റ്റത്തിൽ നമുക്കിത് മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ തിങ്ക് ബിയോണ്ട് ദാറ്റ്. നിങ്ങൾ ഈ എക്സാംസിന് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഷുഡ് സ്റ്റാർട്ട് ഏർലി. നിങ്ങൾ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങണം. നിങ്ങൾ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യണം. നല്ല സ്ഥലങ്ങളിലെത്താൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്ത് പഠിക്കണം. ഓക്കെ, ഞാൻ +2 ഒക്കെ കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്, ഞാൻ +2 ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം, എന്നിട്ട് റിപ്പീറ്റ് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം. JEE എന്ന എക്സാമിന്റെ ഹിസ്റ്ററിയിൽ, കഴിഞ്ഞ 60 വർഷത്തെ ഹിസ്റ്ററിയിൽ, സെലിബ്രേറ്റഡ് ആയിട്ടുള്ള എക്സാമിന്റെ ഹിസ്റ്ററിയിൽ ഒരൊറ്റ തവണ മാത്രമാണ് ഒരു റിപ്പീറ്റർ ടോപ്പറായി വന്നിട്ടുള്ളത്. ബാക്കി എല്ലാ തവണയും +2ന്റെ കൂടെ പഠിച്ച ആളുകളാണ് ഈ എക്സാമിലൊക്കെ ടോപ്പേഴ്സായി മാറിയിട്ടുള്ളത്. ജസ്റ്റ് ഇൻ 2002 മാത്രം. നിങ്ങൾ നോക്കുക, നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുക. അപ്പൊ ഇത് നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇഫ് യു പ്രിപ്പയർ വെൽ, നിങ്ങൾ നന്നായി പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. സോ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ്, കോമ്പാക്ട് AI, GPUസിന് പകരം CPUസിൽ AI മോഡൽസ് റൺ ചെയ്യാവുന്ന സിസ്റ്റം IIT മദ്രാസിൽ ഡെവലപ്പ് ചെയ്തു. GPU എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാ, CPU എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ സിസ്റ്റം, അതിൽ തന്നെ AI മോഡൽസ് റൺ ചെയ്യാനുള്ള സിസ്റ്റം IIT മദ്രാസിൽ ഡെവലപ്പ് ചെയ്തു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടൊക്കെ നടക്കുന്ന ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ്, അത്തരം ഇന്നോവേഷൻസിന്റെ ഭാഗമാവണമെന്നുണ്ടെങ്കിൽ നല്ല സ്ഥലങ്ങൾ നമ്മൾ പോയി പഠിക്കണം. 3ാമത്തെ കാര്യം, ലേൺ ഹൗ ടു ലേൺ. ഇത് ഭൂരിഭാഗം ആൾക്കാർക്കും അറിയില്ല. എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. കണ്ടിന്യൂസ് ലേണിംഗ് എന്നുള്ളത് നമ്മുടെ പഠനത്തിന്റെ, നമ്മുടെ ഒരു എന്താ പറയുക, ഐഡന്റിറ്റി ആയി മാറണം. സ്കൂൾ പഠിക്കുന്നത് മാത്രം ഒന്ന്, ആ സ്കൂൾ വിട്ടു വന്നാൽ പിന്നെ പഠനമില്ല, അല്ലെങ്കിൽ അതിലപ്പുറം ഒരു കാര്യം ചിന്തിക്കൂല എന്നുണ്ടെങ്കിൽ വിൽ ബി അട്ടർ ഫെയിലിയേഴ്സ്. AI നിങ്ങൾ എഴുതി വെച്ചോളൂ, നമ്മളെല്ലാവരും ഫെയിലിയേഴ്സ് ആയിട്ട് മാറും. നമുക്കിന്ന് പഠിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്, റൈറ്റ്? ഒരുപാട് മാർഗങ്ങളുണ്ട്. പണ്ട് ഈ ഒരു കേർവ് എന്നുണ്ടായിരുന്നു, നമ്മളിത് ഇങ്ങനെ പഠിക്കും. ഇതൊക്കെ ഞാൻ കോളേജിൽ ഫൈനൽ ഇയർ പാസ്സാകുമ്പോഴുള്ള സ്റ്റേജ് ഇതാ. എന്നിട്ടോ ആ ഫൈനൽ ഇയർ പാസ്സായതിനു ശേഷം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനല്ല. കണ്ടിന്യൂസ്ലി ഇവോൾവ് ചെയ്യണം. പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ഡോക്ടർ ആയാലും ശരി, എഞ്ചിനീയർ ആയാലും ശരി, ബിസിനസ് പേഴ്സൺസ് ആയാലും ശരി.
ഇഫ് യു ഡോണ്ട് അപ്ഡേറ്റ് യുവർ സെൽഫ് യു വിൽ ഗെറ്റ് ഔട്ട്ഡേറ്റഡ്. നിങ്ങളെ നിരന്തരം അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറും. നോക്കിയ എന്നുള്ള കമ്പനിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോണുകൾ വിറ്റഴിച്ച കമ്പനി ആപ്പിൾ അല്ല, നോക്കിയയാണ്. നോക്കിയയുടെ 1100 എന്ന് പറയുന്ന ടോർച്ച് ഫോൺ എന്ന് വിളിച്ചിരുന്ന ഫോണാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഫോൺ. എന്ത് പറ്റി നോക്കിയക്ക്? 2 കാര്യങ്ങളാണ് സംഭവിച്ചത്. സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ഒരു മൊട്ടത്തലയും വന്നിട്ട് പറഞ്ഞു, എന്ത്, ഐ എം ഗോയിങ് ടു ചേഞ്ച് ദ വേൾഡ്, ഇറ്റ് ലുക്സ് ലൈക്ക് ടുഡേ, റൈറ്റ്? ഞാൻ ഐഫോൺ എന്ന് പറയുന്ന ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. നോക്കിയ വിചാരിച്ചു, എന്ത്, ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഫോണൊന്നും ആരും വാങ്ങാൻ പോകുന്നില്ല. രണ്ടാമത് എന്ത് സംഭവിച്ചു? ഗൂഗിൾ വന്നിട്ട് പറഞ്ഞു, എന്ത്, ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരികയാണ്, റൈറ്റ്? ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് അവർ അക്സെപ്റ്റ് ചെയ്തില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോണുകൾ വിറ്റഴിച്ച നോക്കിയ എന്നുള്ള കമ്പനി ഓൾമോസ്റ്റ് ഡെഡ്. അവരുടെ ഫോൺ വിൽപ്പനയിൽ ഓൾമോസ്റ്റ് ഡെഡ് ആയി, അല്ലേ? ഇഫ് യു ഡോണ്ട് അപ്ഡേറ്റ് യുവർ സെൽഫ് യു വിൽ ഗെറ്റ് ഔട്ട്ഡേറ്റഡ്. വലിയ കമ്പനികൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സോ ഹൂ വിൽ, എന്താ, AI ആരാ ത്രൈവ് ചെയ്യുക? പീപ്പിൾ ഹൂ ക്യാൻ വർക്ക് വിത്ത് AI വിൽ റീപ്ലേസ് എവരിവൺ എൽസ്. ഇതൊക്കെ പുതിയ ടെക്നോളജിയാണ്, ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു ഓൾഡ് ജെൻ ആണെന്നൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ട്, ഇതൊന്നും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല ആരും വിചാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിചാരിക്കാത്ത സ്പീഡിൽ നിങ്ങളെ വന്ന് മെഷീൻസ് റീപ്ലേസ് ചെയ്യും. അപ്പോൾ AI സിസ്റ്റംസ് എങ്ങനെ ഒരു ചാറ്റ് GPT പ്രോംപ്റ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിക്കണം. എങ്ങനെയാണ് AI വർക്ക് ചെയ്യുന്നത് നിങ്ങൾ പഠിക്കണം. ഗൂഗിളിന്റെ ക്യുക്ക് ഡ്രോ പോലത്തെ ടീച്ചബിൾ മെഷീൻസ് പോലത്തെ ടൂൾസ് ഉണ്ട്. ഓക്കെ, ഇത്തരം ടൂൾസ് നിങ്ങൾ നോക്കുക, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയാണ് AI സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ദ 5th പോയിന്റ്, have the right attitude and soft skills. Have the right attitude and soft skills. And I wanted to emphasize on this very clearly. കാരണം ഇന്നത്തെ കാലത്ത് ഞാൻ ബിലീവ് ചെയ്യുന്നത് നിങ്ങൾക്കുള്ള ടെക്നോളജിക്കൽ ഡൊമൈൻ നോളജ് സ്കില്ലിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുള്ള നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പഠിക്കണം, കണ്ടിന്യൂസ് ലേണർ ആവണം എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അത് പലപ്പോഴും നമ്മുടെ ഒരു ന്യൂജൻ എവിടേക്കോ മിസ്സായി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ല ആറ്റിറ്റ്യൂഡ്സ് വേണം, റൈറ്റ് ആറ്റിറ്റ്യൂഡ് വേണം, സോഫ്റ്റ് സ്കിൽസ് വേണം. നിങ്ങൾ നേരത്തെ ഞാൻ കാണിച്ച ഗ്രാഫുകളിലൂടെ അല്ലെങ്കിൽ ഞാൻ കാണിച്ച സ്ലൈഡ്സിലൂടെ വെറുതെ നമുക്ക് ഒന്നുകൂടി പോയി നോക്കാം. എന്തൊക്കെയാണ് ഡോക്ടേഴ്സിന് വേണ്ട സ്കിൽസ് എന്നുള്ളത് ഞാൻ നേരത്തെ കാണിച്ചു, എഞ്ചിനീയേഴ്സിന് വേണ്ടി കാണിച്ചു. ആ സ്കിൽസിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കേ. ഡോക്ടേഴ്സിന് എംപതി, കോംപ്ലക്സ് ജഡ്ജ്മെന്റ്, എത്തിക്സ്, അല്ലേ? എഞ്ചിനീയേഴ്സിന് പ്രോബ്ലം സോൾവിങ്, ലോയേഴ്സിന് നെഗോഷിയേഷൻ, അക്കൗണ്ടൻസിന് കൗൺസിലിംഗ്, ടീച്ചേഴ്സിന് മെന്ററിംഗ്, മോട്ടിവേഷൻ. ഇതൊക്കെ ഡൊമൈൻ നോളജിനപ്പുറം എന്താണ് ഇതിലൊക്കെ പ്രധാനം? സോഫ്റ്റ് സ്കിൽസ് ആണ് പ്രധാനം, അല്ലേ? നിങ്ങൾ ഒരാളുകളോട് എങ്ങനെ ഇടപഴകുന്നു, അല്ലാതെ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ലീഡേഴ്സായി മാറാൻ പറ്റുമോ? നിങ്ങൾക്ക് എത്തിക്കലി ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നല്ല പ്രോബ്ലം സോൾവേഴ്സ് ആവാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഈ നല്ല സ്ഥാപനത്തിലൊക്കെ പോകണമെന്ന് ഞാൻ പറയാൻ കാരണം എന്താ? അവിടെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടണം, ആളുകളുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യണം, ആളുകളിൽ നിന്ന് നല്ലതൊക്കെ നമ്മൾ എടുക്കണം, മോശമായ കാര്യങ്ങളൊക്കെ നമ്മൾ വെടിയണം, അല്ലേ? ആ രീതിയിൽ നല്ലൊരു ലേണിംഗ് എക്കോസിസ്റ്റം നമുക്ക് ചുറ്റും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, റൈറ്റ്? അപ്പൊ ഇതാണ് പ്രധാനം. പുതിയ കാലത്ത് ഇതാണ് പ്രധാനം, പഠിക്കാനുള്ള. ഇപ്പോൾ ലിങ്ക്ഡിൻ ജോബ്സ് ഓൺ ദ റൈസിൽ പറയുന്ന പോയിന്റ്സ്, ഏറ്റവും കൂടുതൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് സെയിൽസ് ഗ്രോത്ത് ആൻഡ് കസ്റ്റമർ എൻഗേജ്മെന്റില്ല, AI-ലൊന്നല്ല. സെയിൽസ് ഗ്രോത്ത് ആൻഡ് കസ്റ്റമർ എൻഗേജ്മെന്റ്. എന്താ കാരണം? ഇവിടെ ഹ്യൂമൻ റിലേഷൻസ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ AI-ക്ക് ഇന്ന് ആസ് ഓഫ് നൗ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്താണ്? ഹ്യൂമൻ ഇമോഷൻസ് ആണ്, ഹ്യൂമൻ റിലേഷൻസ് ആണ്. ആ സംതിങ് ഹ്യൂമൻ ഇൻ എവറിത്തിങ് ആണ്. മേ ബി നാളെ റീപ്ലേസ് ചെയ്തേക്കാം, എനിക്കറിയില്ല. പക്ഷെ ആസ് ഓഫ് നൗ ദിസ് ഈസ് യുവർ ബെസ്റ്റ് സ്കോപ്പ്. നല്ല സോഫ്റ്റ് സ്കിൽസ് ഉണ്ടാക്കുക, റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക. ഓക്കെ, ഞാൻ ലയണൽ മെസ്സിയെ വെച്ചിട്ട് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ലയണൽ മെസ്സിയുടെ ഒരു ദിവസം എങ്ങനെയാവും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇതിനൊക്കെ പോലെ ഒരു 7 മണി 8 മണിക്ക് എണീക്കും, അല്ലേ? നല്ല ഫുഡൊക്കെ അടിക്കും, പറ്റുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കിടന്നുറങ്ങും, അല്ലേ? പിന്നെ കുറേ സമയം വാട്സാപ്പിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസും ചാറ്റൊക്കെ ചെയ്തിരിക്കും, അല്ലേ? ഉച്ചയ്ക്ക് നെറ്റ്ഫ്ലിക്സ് ഒരു സീരീസൊക്കെ കാണും. എന്നിട്ട് വൈകിട്ട് മെസ്സിയോട് കോച്ച് പറയുന്നു, മെസ്സി പോയി കളിക്കൂ, ഗോളടിക്കൂ. അപ്പോൾ മെസ്സി പോകുന്നു, കളിക്കുന്നു, ഗോളടിക്കുന്നു. അങ്ങനെയാണോ? ആയിരിക്കോ? മെസ്സി ഒരു 4 മണിക്ക് എണീക്കുന്നുണ്ടാവും, അല്ലേ? ജിമ്മിൽ ഒരു 2-3 അവേഴ്സ് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ കഴിക്കുന്ന പോലെ ബിരിയാണിയൊക്കെ അടിച്ച് കയറ്റാൻ പറ്റുമോ? ഇല്ല. കൃത്യമായി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ടാവും. ഇന്നത്തെ കളി ഇന്ന ആളുമായിട്ടാണ്, അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് ആണ് മെസ്സി എന്ത് ചെയ്യുന്നത്? ഇത് കറക്റ്റായിട്ട് ആ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ 1.5 മണിക്കൂറിലെ മെസ്സിയാണ് നമ്മൾ കാണുന്നത്. 35-ാമത്തെ വയസ്സിൽ ഖത്തർ വേൾഡ് കപ്പ് മെസ്സി നേടിയെങ്കിൽ അത് എന്നാണ് മെസ്സി അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവുക? 2 മാസം മുമ്പ്, 2 വർഷം മുമ്പ്. 13-ാമത്തെ വയസ്സിൽ സൗത്ത് അമേരിക്കയിലെ അർജന്റീനയിൽ നിന്ന് തനിക്ക് ഭാഷ അറിയാത്ത, ദേശത്തെക്കുറിച്ച് അറിയാത്ത യൂറോപ്പിലെ കാറ്റലോണിയയിലോട്ട് മെസ്സി പോവാണ്, അല്ലേ? സ്പെയിനിലോട്ട്, ബാഴ്സലോണയിൽ കളിക്കാൻ വേണ്ടിയിട്ട്. 22 വർഷത്തെ കൃത്യമായിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഹാർഡ് വർക്കാണ് മെസ്സിയാക്കിയത്. അല്ലാതെ ഇറ്റ്സ് നോട്ട് എൻ ഓവർനൈറ്റ് സക്സസ്. നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ
നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ we should work hard, right? If you do what is hard, life will be easier. If you do what is easy, life will be harder. Thank you. Thank you very